ഹായ് ഫ്രണ്ട്സ്, ട്രയംഫ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി വീട്ടിലെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീഡിയോയുമായിട്ട് എത്തിയിട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ മഴ ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാവിലെ മഴയില്ല, 2-3 ദിവസമായിട്ട് മഴയില്ല. അപ്പോൾ രാവിലെ ഇപ്പോൾ മോർണിംഗ് വാക്കിനൊക്കെ പോകുന്നത് വളരെ കുറവാണ്. വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാറാണ് പതിവ്. അപ്പോൾ ജിമ്മിലൊക്കെ പോകാത്തവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വീട്ടിൽ ഒരുപാട് ജിമ്മ് ആക്ടിവിറ്റീസുകളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വീട്ടിൽ കിടക്കുന്ന കുറച്ച് വിറക് കയറുന്നതിനായിട്ട് ഇന്ന് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. എന്ത് ആവുമെന്നൊന്നും അറിയില്ല. ഒരു ചെറിയൊരു കഷ്ണം വിറകെടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് കീറി നോക്കാം. അപ്പോൾ എന്തൊക്കെ ആവും എന്നുള്ളത് നമുക്ക് അതിന് ശേഷം കാണാം. ഈ മൂർച്ചയുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. കൊച്ചുകുട്ടികളൊന്നും ഇത് ട്രൈ ചെയ്യരുത്. ഇപ്പോൾ കോടാലി എന്ന് പറയുന്ന ഉപകരണം എല്ലാവർക്കും അറിയാമല്ലോ, പലരും ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലാത്തവർക്ക് കൂടി കാണുന്നതിനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ബാക്കി കാഴ്ചകളിലേക്ക്. ഇപ്പോൾ കൂട്ടുകാരെ, കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇന്ന് ഈ കാണുന്ന ഈ ഒരു ചെറിയ മരത്തിൻ്റെ കഷ്ണത്തെയാണ് നമ്മൾ കീറിയെടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പീസ് വിറകാണെന്ന് കീറാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം റെഡി ആവുന്നു. പുതിയ കോടാലിയൊന്നുമല്ല, പഴയ ഒരു കോടാലിയാണുള്ളത്. ഇതൊന്നും ഉപയോഗിക്കാറില്ല, വല്ലപ്പോഴും മാത്രമേ ഞാനെടുത്ത് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണ്. എന്തായാലും നോക്കാം, നമുക്ക് എന്താവും നോക്കാമല്ലോ. നമ്മുടെ വീട്ടിലെ ഷിമപ്ലാവിൽ നിന്ന് വീഴുന്ന ചക്കകളാണ്. പാകമാവുന്നതിന് മുമ്പ് മഴയായത് കാരണം നേരെ താഴേക്ക് വീഴുകയാണ്. പ്രാവശ്യം എത്രണ്ണം കിട്ടുമെന്ന് കണ്ടറിയും. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടികളായിക്കോന്ന് പറയുന്നത് നോക്കാം. ഏതൊരു ജോലിയായിരുന്നാലും മടി കൂടാതെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു മനസ്സ് പലർക്കും ഇന്നില്ല. വീട്ടിലുള്ള ജോലികൾ പോലും ചെയ്യാൻ കുറച്ചിലുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് നാം ഓരോ മലയാളികൾ. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നാം തന്നെ ചെയ്തു നോക്കിക്കോളൂ. ആരോഗ്യ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ചും എക്സസൈസും മറ്റും ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവരുടെ കാര്യമാണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ന ജോലിയെ ഞാൻ ചെയ്യുള്ളൂ, ഇത് ഞാൻ ചെയ്യൂല, അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും പറയാനായിട്ടോ വിചാരിക്കാനായിട്ട് പോലും പാടില്ല. ഒരിക്കൽ കൂടി പറയട്ടെ, ആയുധം വെച്ച് ഉള്ള പരിപാടികൾ വളരെ ശ്രദ്ധാപൂർവം മാത്രം ചെയ്യുക.
നാളെ ചിക്കൻ നിർത്തരോ. അപ്പോൾ നേരത്തെ കാണിച്ച അത്രയും വിറക് കയറിയപ്പോൾ നമുക്ക് ഇത്രയും കഷ്ണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ദർ ഇസ് ഡിഗ്നിറ്റി ഇൻ എവറി ജോബ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഏതൊരു ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള വിറക് കീറലായിരുന്നാലും ചെടികളുടെ സംരക്ഷണമായിരുന്നാലും ഇതെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യരംഗത്ത് ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തതരമായിട്ടുള്ള വീഡിയോകളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയിൽ സൈനിങ് ഓഫ് ട്രയംഫ് അച്ചീവേഴ്സ് എ ചാനൽ ബൈ അരുൺ. ബൈ.